വി എസിനെ ദീർഘമായ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ 80കളുടെ ഒടുവിൽ മുതൽ പരിചയമുണ്ടായിരുന്നു എനിക്ക് വി എസിനെ. അതുകൊണ്ട് വി എസുമായിട്ട് പല ഘട്ടങ്ങളിൽ സഹകരിച്ചിട്ടുണ്ട്, വി എസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി അങ്ങേയറ്റം പൊരുതിയ ആളുകളുടെ കൂട്ടത്തിൽ വരാനായിട്ട് ഞാൻ എന്നെ അടയാളപ്പെടുത്തുക. വി എസ് 96 മാരാരിക്കുളത്തും തോൽക്കുന്നുണ്ട്. വി എസിനെ തോൽപ്പിച്ചതാണ് 96. വി എസ് ആയിരുന്നു CPM പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനം അനുസരിച്ചുള്ള കേരളത്തിലെ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയായി തീരുമാനിക്കപ്പെട്ട പേരായിട്ടാണ് വി എസ് മാരാരിക്കുളത്ത് മത്സരിക്കുന്നത്. LDF ഭൂരിപക്ഷം കിട്ടി, CPM ഭൂരിപക്ഷം കിട്ടി. പക്ഷേ മാരാരിക്കുളത്ത് വി എസ് തോറ്റു, വി എസിനെ തോൽപ്പിച്ചതാണ്. അന്ന് വി എസ് പിന്നീടാണ് ഇപ്പോഴും മരിക്കുന്നത് വരെ വി എസ് CPM ഇരുന്നത്. പക്ഷെ എന്റെ അറിവില് വി എസ് 96 CPM മനസ്സിൽ നിന്ന് വിട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം CPM ഒരു പഴയ 96 മുമ്പുള്ള വി എസിനെ എനിക്ക് പരിചയമുള്ളത് വി എസ് സംഘടനയുടെ ഒരാളായിരുന്നു. സംഘടനാ ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ചിരുന്ന, സംഘടനയാണ് പ്രധാനമെന്ന് കരുതിയിരുന്ന, CPM കാലങ്ങളായി നിലവിലുണ്ടായിരുന്ന പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഉണ്ടായിരുന്ന ഒരു നിലപാടിന്റെ വക്താവായിരുന്നു വി എസ്. അതില് വളരെ കടുംപിടുത്തക്കാരനായ സംഘടനാ വക്താവായിരുന്നു വി എസ്. പക്ഷെ 96 തോറ്റപ്പോഴാണ് അദ്ദേഹം സംഘടന എങ്ങനെയാണ് ആദർശത്തെ തോൽപ്പിച്ചിട്ട് സംഘടനയെ രക്ഷിക്കുന്നതെന്ന് വി എസിന് അന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം വി എസിനേക്കാൾ വലിയ കാര്യങ്ങൾ പഠിക്കുന്ന ഒരാളെ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് കണ്ടിട്ടേ ഇല്ല. വി എസ് എന്തും വളരെ വേഗം പഠിക്കുകയും ഉൾക്കൊള്ളുകയും ആയിരുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോഴും കേരളത്തിലെ IT ബൂമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വാസ്തവത്തിൽ കേരളത്തിലെ IT ബൂമിന്റെ ഒരു രാഷ്ട്രീയ ശില്പി വി എസ് അച്യുതാനന്ദനാണ്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളോടും വളരെ എന്താ പറയാ, അത് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എല്ലാ പുതിയ കാര്യങ്ങളോടും അദ്ദേഹത്തിന് കാതും കണ്ണും തുറന്നു വെച്ചിരുന്ന ഒരാളാണ്. കാതും കണ്ണും ബുദ്ധിയും തുറന്നു വെച്ചിട്ട് എല്ലാ പുതിയ കാര്യങ്ങളെയും സമീപിച്ചിരുന്ന വൃദ്ധനായൊരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം ആ കാലത്തുണ്ടായിരുന്നത്. നമ്മുടെ ഇപ്പോഴും നമുക്ക് പരിചയമുള്ള പല വൃദ്ധന്മാരെ, രാഷ്ട്രീയ വൃദ്ധന്മാരെ പോലെയല്ല. അവരൊന്നിനോടും റിസപ്റ്റീവ് അല്ല. പുതിയ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത, ശ്രദ്ധിക്കാത്ത, താനൊരു സംഭവമാണെന്ന് സ്വയം വിചാരിച്ച് നടക്കുന്ന മനുഷ്യന്മാരെയാണ് ഈ പാർട്ടികളിലൊക്കെ നമ്മൾ കാണുക. വി എസ് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് 96 വി എസ് ഈ ആദർശം ആണ് പ്രധാനമെന്നും സംഘടനയല്ല എന്നൊരു ബോധ്യത്തിലേക്ക് വി എസ് വരുന്നുണ്ട്. അത് വി എസിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ഘട്ടമായിരുന്നു. അക്കാലത്താണ് ഞങ്ങൾ വി എസുമായിട്ട്, ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പേരുണ്ട്, ഞാൻ ആളുകളുടെ ഒന്നും പേര് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആ പേര് രേഖപ്പെടുത്തേണ്ടതാണെന്ന് എനിക്ക് കുറച്ച് അഭിപ്രായമുണ്ട്. കാരണം കേരളത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു മാധ്യമ കാലാവസ്ഥ വരെ സൃഷ്ടിക്കുന്നത്, കാരണം മാധ്യമങ്ങളൊക്കെ പ്രതിപക്ഷ സ്വരമായി തീരാനാണ് കേരളത്തിലെ മിക്കവാറും മാധ്യമങ്ങൾ. ഒരുപക്ഷെ പാർട്ടികളുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തുള്ള മിക്കവാറും മാധ്യമങ്ങൾ പ്രതിപക്ഷത്തിന്റെ സ്വരമായി തീരുകയാണ് തങ്ങളുടെ മാധ്യമധർമ്മമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കുന്നതിൽ ഈ ആളുകൾക്കൊക്കെ വലിയ പങ്കുണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പക്ഷെ ഇപ്പൊ പേരൊന്നും പറയുന്നില്ല. അതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഞാൻ. 96 മുതലുള്ള വി എസിന്റെ പോരാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ CPM അകത്തും CPM പുറത്ത് പൊതുസമൂഹത്തിലുള്ള പോരാട്ടങ്ങളിൽ അദ്ദേഹത്തോട് ഒത്തുനിന്നു എന്നതാണ്. 2016 വരെ ആ ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഒത്തുനിന്നിട്ടുണ്ട്. 2006 ഞാൻ ഓർക്കുകയാണെങ്കിൽ 2006 തെരഞ്ഞെടുപ്പ് വരുന്നു. 2005 മലപ്പുറത്ത് നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദനെ സംഘടനാപരമായി നിലംപരിശാക്കിയിട്ടാണ് പിണറായി വിജയനും സംഘവും തിരിച്ചയക്കുന്നത്. തോറ്റുമടങ്ങിയ, അതാണ് ഒരു പത്രത്തിന്റെ മിന്നൽ പിണറായി എന്ന് പറഞ്ഞിട്ടായിരുന്നു പിറ്റേന്നിറങ്ങിയ ഒരു പത്രത്തിന്റെ ലീഡ്. അന്ന് തോറ്റുമടങ്ങിയ ഒരാൾ ഉണ്ട് മലപ്പുറത്ത്. വൃദ്ധനായ വി എസ് അച്യുതാനന്ദൻ സംഘടനാപരമായി നിശേഷം തോൽപ്പിക്കപ്പെട്ടിട്ടാണ് മടങ്ങിയത്. അങ്ങനെ തോറ്റുമടങ്ങിയ വി എസ് നിശബ്ദനാവും എന്ന് പലരും വിചാരിച്ചിരുന്നു. നമ്മുടെ മാധ്യമങ്ങൾ പലരും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് പിണറായിയുടെ വിജയം, പിണറായിയുടെ രാഷ്ട്രീയമായിട്ട് വലിയ താല്പര്യമൊന്നുമില്ലാത്ത മലയാള മനോരമ പോലും അന്ന് അങ്ങനെ ആഘോഷിച്ചത്. അതില് ചില രാഷ്ട്രീയമുണ്ട്, അതിന്റെയൊക്കെ ഞാൻ പോകുന്നില്ല ഇപ്പൊ ഈ സമയത്ത്. തീരെ ഒരു പക്ഷെ സമയമില്ലാത്ത സമയത്ത് ഞാൻ അതിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. മനോരമ എന്തിനാണ് പിണറായിയെ 2005 ഇങ്ങനെ ആഘോഷിച്ചത് എന്ന് നമ്മൾ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അത് വിട്ടുകളയാം നമുക്ക്. പക്ഷേ തോറ്റ വി എസ് നിശബ്ദനാകുമെന്നും തോറ്റ വി എസ് കേരളത്തിൽ രാഷ്ട്രീയത്തിൽ അപ്രസക്തനാകുമെന്നും തോറ്റ വി എസ് വിസാവി CPM തന്നെ അപ്രസക്തനാകുമെന്നാണ് മാധ്യമങ്ങളൊക്കെ കരുതിയിരുന്നത്.
അങ്ങനെയല്ല വി എസ് ഉണ്ടായത്. വി എസ് ജനങ്ങളുടെ ആളായി. അതെ, വി എസ് 96 മുതൽ തീരുമാനിച്ചിരുന്നെങ്കിൽ 2005 മുതൽ വി എസ് പൂർണ്ണമായിട്ടും 2001 പ്രതിപക്ഷ നേതാവ് മുതലേ വി എസ് ജനങ്ങളുടെ ശബ്ദമായിരുന്നു. അതാണ് വി എസ് ജനങ്ങളുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രതിപക്ഷ നേതാക്കന്മാര് എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോഴും കേരളത്തിൽ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്. അവരെന്തുകൊണ്ടാണ് ഇത്രയും വലിയ വിമതത്വത്തിന്റെ സ്വരം ഉയർത്തുന്നത്? അത് വി എസ് അച്യുതാനന്ദൻ 2001, 2006 കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ട് കേരളത്തിൽ. അതിനു മുമ്പുള്ള പ്രതിപക്ഷ നേതാക്കന്മാരൊന്നും നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ല. വി എസ് അന്ന് മുഖ്യമന്ത്രിയെ പോലെ തന്നെ ഒരു അധികാര കേന്ദ്രമാണ് താൻ എന്നുള്ള നിലയിലാണ് എല്ലാ സ്ഥലത്തും ഇടപെട്ടത്. എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും, പരിസ്ഥിതി പ്രശ്നത്തില്, ഈ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പീഡനത്തിന്റെ വിഷയത്തില്, സമത്വത്തിന്റെ പ്രശ്നത്തില്, നമ്മുടെ നെൽകൃഷിയെ സംരക്ഷിക്കുന്ന, നമ്മുടെ കാർഷിക മേഖല, ഉൽപാദനത്തിന്റെ പ്രാഥമിക മേഖല സംരക്ഷിക്കുന്ന കാര്യത്തില് ഇതിലെല്ലാം വി എസ് ഇടപെട്ടു, അധികാരപൂർവ്വം ഇടപെട്ടു. അന്ന് ആളുകളൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കല്ല, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ, എ കെ ആന്റണിയല്ല ആളുകൾ പ്രതീക്ഷാപൂർവ്വം 2001, 2006 കാലത്ത് നോക്കിയിരുന്നത്. വി എസിനെയാണ് നോക്കിയിരുന്നത്. അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിന്റെ ടെംപ്ലേറ്റ് ഉണ്ടാക്കി വി എസ് 2001, 2006 കാലത്ത്. ആ വി എസിനെ പക്ഷെ 2006 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണ്ടെന്നാണ് പിണറായി വിജയനും സംഘവും കേരളത്തിലും അതിന്റെ പോളിറ്റ് ബ്യൂറോ ഡൽഹിയിലും ചേർന്ന് തീരുമാനിച്ചത്. അതിനെ പരാജയപ്പെടുത്തിയതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഞാനൊക്കെ വ്യക്തിപരമായിട്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.